ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗായിട്ടൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ എടുത്ത് വെച്ച കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നും ഇപ്പോൾ എടുക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ, എന്തെങ്കിലുമൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്താലല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ഇങ്ങനെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കമൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവർ, കമൻസിനെയൊക്കെ കൂടുതൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നവരാണ് കേട്ടോ കൂടുതലുള്ളത് വാട്സപ്പിലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നും വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു എയർലൈൻ ടോപ്പും അതുപോലെ തന്നെ ഒരു ഫ്രോക്ക് നൈറ്റിയും കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതിൽ ഒരു എയർലൈനിൽ തന്നെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ഇതും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് എടുത്തിട്ടില്ല, അതിപ്പോൾ ചെയ്യണില്ല എന്ന് വെച്ചിട്ട് 2 ഫ്രോക്ക് നൈറ്റിയും അതുപോലെ തന്നെ എയർലൈൻ ടോപ്പും ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും പറയണില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം. അതിൻ്റെ ഇടയ്ക്കൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യണതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ മെറ്റീരിയൽ ഒരു വീട്ടിലിരുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ല നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന, വീട്ടിലല്ല ഷോപ്പാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കാളും നന്നായിട്ട് അറിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. സ്റ്റിച്ചിങ് മാത്രമല്ല, എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കസ്റ്റമർ നമുക്ക് എന്തെങ്കിലും വർക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അവർക്കത് എന്നാ വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചോദിച്ച് വെക്കണം കേട്ടോ. അവർ പറഞ്ഞിട്ട് പോവും, നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോൾ എപ്പോഴാണെന്ന് ചെയ്താൽ മതി, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല, എപ്പോഴാണെങ്കിലും ചെയ്തു വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോവും. പക്ഷെ നമ്മളത് ഒരിക്കലും അങ്ങനെ വാങ്ങി വെക്കരുത്. നമ്മളെപ്പോഴും അവരുടെ അടുത്ത് കറക്റ്റ് ഡേറ്റ് ചോദിച്ച് ആ ഡേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ വാങ്ങി വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അല്ലാതെ പക്ഷേ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ വരില്ല. ലാസ്റ്റ് നമുക്കത് വലിയ പണി കിട്ടുന്ന ഒരു വിധത്തിൽ തന്നെ ആയി മാറും. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഡേറ്റ് തന്നെ ചോദിച്ച് വയ്ക്കുക കേട്ടോ. കാരണം എനിക്ക് ഓരോരുത്തർക്കും അവരവരുടെ അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ കൂടുതലായിട്ട് മനസ്സിലാവുക. ഇപ്പം നമ്മൾ ഈ പറയുന്നത് ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ അത് അവർക്ക് അനുഭവത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു അനുഭവത്തിൽ വരുന്ന സമയത്തായിരിക്കും നമ്മളതെല്ലാം മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ എനിക്ക് അനുഭവത്തിൽ വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം. ഇപ്പോഴൊന്നല്ല, ഒരു 2 വർഷമായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ജനുവരി, ഇപ്പോൾ ഡിസംബർ ആയില്ലേ, 2 വർഷം ആവാറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവം നടന്നിട്ട്. ഈ ഒരു ജനുവരിക്ക് മുമ്പ്, ഇപ്പോൾ കഴിഞ്ഞ ജനുവരിക്ക് മുമ്പത്തെ ജനുവരിയിലാണ് കേട്ടോ ഇതുപോലെ ഉണ്ടായത് എനിക്ക്. അപ്പോൾ അതിന് മുൻപ് ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഈ കുട്ടി എനിക്ക് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആൾ വന്നത് വേറെ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കുട്ടീൻ്റെ ആളുടെ വീടിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ടോപ്പ് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് നല്ല ഇഷ്ടപ്പെട്ടതിന് ശേഷം ചേച്ചിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അത് ഹാൻഡ് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അത് ഒന്നിലും ഒരു എന്താ പറയുക ഓൾട്രേഷനോ അതൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് പക്ക അവർക്ക് കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അവർ വർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും വർക്ക് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ടോപ്പ് ഈ ഒരു ചേച്ചിക്ക് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ക്രിസ്മസ് ആ ഒരു ടൈമിൽ, ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സാരി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ വേറെ ഒരു ടോപ്പും കൂടി ഉണ്ടായിരുന്നു, അത് ഫുൾ സ്ലീവ് വേണം, ഈ ഒരു സാരി വെച്ചിട്ട് 3/4 സ്ലീവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ഫുൾ സ്ലീവ് വേണമെന്ന് പറഞ്ഞത് അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ.
മറ്റത് എപ്പോഴെങ്കിലും ഒഴിവ് പോലെ ചെയ്ത് കൊടുത്താൽ മതി, ഇപ്പോൾ ധൃതിപ്പെട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിലാണെങ്കിൽ നല്ല വർക്കുണ്ട്, ആ ഒരു ടൈമിലായിരുന്നു വർക്കുള്ള ടൈമിലായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനതങ്ങോട്ട് മാറ്റി വെച്ചു. ഒരിക്കൽ തിരക്കില്ലല്ലോ, തിരക്കുള്ളവർക്കെല്ലാം ആദ്യം കൊടുക്കുക പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാനത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അവരുടെ അമ്മ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരെണ്ണം ആദ്യം നോക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ബ്ലൗസ് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഒരെണ്ണം ആദ്യം നോക്കട്ടെ, നോക്കിയതിന് ശേഷം ഞാൻ പറയാം അടുത്തത് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരെണ്ണം കല്യാണത്തിന് എന്തിനും പോകാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ സാധാരണ ഒരെണ്ണം ആദ്യം സ്റ്റിച്ച് ചെയ്തു, അതിന് ശേഷം അടുത്തത് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ മെഷീൻ സൂചി തന്നെ ഊരി വീഴുന്ന വിധത്തിലായി. ഞാനൊരു സിംഗിൾ മെഷീനായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്, പഴയൊരു സിംഗിൾ മെഷീനായിരുന്നു. അത് എന്നെക്കാളും പഴക്കമുള്ള ഒരു മെഷീനായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് ചെയ്തിരുന്നത് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ എല്ലാ ഇതും ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ആ ഒരു മെഷീനിൽ തന്നെ ആയിരുന്നു ഒരു 3-4 വർഷം ഞാൻ കണ്ടിന്യൂസ്ലി അത് തന്നെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് വർക്കൊക്കെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ തന്നെയായിരുന്നു കേട്ടോ ചെയ്ത് കൊടുത്തിരുന്നത്. ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ കുഴപ്പമില്ല, ആളുകളാണെങ്കിലും പറയുമ്പോൾ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് തന്നെയാണ് പറയാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു മെഷീനിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നായിരുന്നു ഈ ഒരു സൂചി ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ലൂസായിട്ട് ആ ഒരു സ്ക്രൂ മുറുകണില്ല, അങ്ങനെ സൂചി താഴെ വീഴാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ ബ്ലൗസ് അവർക്ക് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ സാധാരണ വേറെ വല്ലവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ നന്നായി അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ നല്ല കസ്റ്റമേഴ്സ്. അപ്പോൾ ചെറിയൊരു ടൈറ്റൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ തന്നെ അവരതൊന്ന് അഴിച്ചു വിടും. നമ്മൾ തൊട്ടടുത്തടുത്ത് സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരത് വീട്ടിൽ തന്നെ അഴിച്ചു വിടാറുണ്ട്. അപ്പോൾ ഈ ചേച്ചി ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തിരിച്ച് കൊണ്ടുവന്നിട്ട് അത് ടൈറ്റ് ഉണ്ട്, അത് അഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ ഇതുണ്ട് മെഷീൻ കൊണ്ട് എനിക്കിപ്പോൾ ഈ ബ്ലൗസിൽ പറ്റില്ല എന്ന് പറഞ്ഞു, കുറച്ച് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി അപ്പോൾ ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ ആ ബ്ലൗസ് ഇങ്ങോട്ട് തന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ കൊടുത്തു വിട്ടു. അപ്പോൾ പിറ്റത്തെ ദിവസം ആളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളുടെ ഡ്രസ്സ് എന്നൊക്കെയാണ് കിട്ടുക ചോദിച്ചു. ഭയങ്കര ദേഷ്യത്തിലായിരുന്നു കേട്ടോ. മോളുടെ ഡ്രസ്സ് എന്നൊക്കെയാണ് കിട്ടുകയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് ഇന്നലെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അത് അവൾക്കാണെങ്കിൽ ഇപ്പോൾ തിരക്കില്ല എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പം ഞാൻ മെല്ലെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചേച്ചി ഒരു പൊടിക്ക് കൂട്ടാക്കിയില്ല. എൻ്റെ അടുത്ത് അത് എവിടെയാണെന്നുണ്ടെങ്കിലും കൊണ്ടുപോയി അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരുപാട് ചീത്ത വിളിച്ച് പറഞ്ഞു കേട്ടോ, ഫോണിൽ കൂടെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇവിടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളൊരു പൊടിക്ക് കൂട്ടാക്കിയില്ല, നല്ലോണം ചീത്ത പറഞ്ഞു. അപ്പോൾ എനിക്കാകെ എന്താ പോലെ, കാരണം നമ്മളടുത്ത് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ആൾ എന്താ പറയുക, ഇപ്പം തന്നെ വേണം എന്നുള്ള രീതിയിൽ നല്ലോണം ബുദ്ധിമുട്ടിച്ചു കേട്ടോ. അപ്പം നല്ല സങ്കടം തോന്നി. പക്ഷെ നമ്മളങ്ങനെ എതിർത്തങ്ങനെ ഒരുപാട് സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല ചെയ്തത്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഞാൻ 2 ദിവസത്തിനുള്ളിൽ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നാളത്തേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു ആദ്യം. അപ്പം ഞാൻ പറഞ്ഞു, നാളത്തേക്ക് എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു. ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ തിരിച്ച് അങ്ങനെ പറഞ്ഞു, നാളത്തേക്ക് തന്നെ നടക്കില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ സ്ലോയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണല്ലോ നമ്മളത് മാറ്റി വെച്ചത്, അല്ലെങ്കിൽ ഇതിന് മുൻപേ ഞാൻ ചെയ്ത് തീർത്തേനെ, തിരക്കില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പിന്നീട് ഞാനത് 2 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൺഡേ ആണ് ആവശ്യമുള്ളത് പറയണത്, ചൊവ്വാഴ്ചയോ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോയി അവിടെ പോയിരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ 100,000 കുറ്റങ്ങളായി അതിൽ. അവർ പറഞ്ഞതിന് എതിർത്ത് സംസാരിച്ചല്ലോ, അതുകൊണ്ട് നമുക്കതിലൊരു 100,000 കുറ്റങ്ങൾ വന്നു കേട്ടോ. കുറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാകാവാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ വല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടോ ഒന്നല്ല നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആകെ കൂടെ അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 3/4 സ്ലീവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് 3/4 സ്ലീവ് പറഞ്ഞിട്ട് അവർ പറയണത് അതിന് അവർ ഫുൾ സ്ലീവ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എഴുതി വയ്ക്കുമല്ലോ, നമ്മൾ അവർ മെഷർമെൻറ്റ് എടുക്കുന്നതാണെന്നുണ്ടെങ്കിലും അതുപോലെ എഴുതി വെച്ചതൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊന്നും മാറ്റം വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ തന്നെ പറഞ്ഞു തന്നു. എന്നിട്ട് പകുതി പൈസയും തന്നില്ല. പകുതി പൈസ മാത്രമേ തന്നുള്ളൂ, പകുതി പൈസ തന്നില്ല. ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെയും പൈസ തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഒരുപാട് നമ്മളങ്ങനെ എന്താ പറയുക, ഈ നമ്മൾ ചെയ്ത വർക്കിന് ഒരു വിലയില്ലാത്ത പോലെ അവർ നമ്മുടെ അടുത്ത് പെരുമാറിയത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇങ്ങനെ നമ്മൾ ഒരു കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാതെ നമ്മൾ വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതേ സമയം നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ടൈമിൽ തന്നെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നെയ്റ്റി ആണെന്നുണ്ടെങ്കിലും അവർ നമ്മുടെ അടുത്ത് നിന്ന് മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അവരുടെ മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ള വർക്കുകൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് സ്ലോയിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അർജൻറ്റായിട്ടുള്ള വർക്കുകൾ വരെ അവരെൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് പെട്ടെന്ന് വേണം എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയല്ലേ അവസ്ഥ, അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സും നമുക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ ഒരാളായാലും മതിയല്ലോ നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കാനായിട്ട്. ഇതുപോലത്തെ ഒരാളായാലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് വയ്ക്കുമ്പോൾ കൂടുതലും നമുക്ക് അവരുടെ അടുത്ത് കറക്റ്റ് ഡേറ്റ് പറയാം, നിങ്ങൾക്ക് എന്നൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയാം. ഇനി അങ്ങനെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ മാറ്റി വെച്ച് ഇരിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അത് ചെയ്യാനായിട്ട്, നമുക്ക് വേറെ എത്ര വർക്ക് ഉണ്ടായിക്കോട്ടെ, ആദ്യം കൊണ്ടുവന്നത് ആരാണോ അവരുടെ വർക്ക് എടുത്തിട്ട് വേഗം വേഗം ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച് വേറെ ആൾക്കാരെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് കട്ട് ചെയ്ത് വെക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഒന്നിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്കത് ചിലപ്പോൾ പെട്ടെന്നാവും വേറെ വർക്ക് ഇപ്പോൾ ഇന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നാളത്തേക്ക് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് വരുന്ന വർക്ക്. അപ്പം നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ തിരക്കില്ലല്ലോ, നമുക്ക് ഇതല്ലേ തിരക്കുള്ളത്, അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുൻപേ നമ്മൾ കട്ട് ചെയ്ത് വെക്കരുത്. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കട്ട് ചെയ്ത് ഒരുപാട് ദിവസങ്ങളിൽ വെക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാവും. നമ്മൾ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ മെറ്റീരിയൽ അങ്ങനെ തന്നെ എടുത്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് നമ്മുടെ അടുത്ത് ആശയമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് തിരിച്ചതേപോലെ തന്നെ എടുത്ത് കൊടുക്കുക. അതും പറ്റാത്ത അവസ്ഥയാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇതുപോലെയൊക്കെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയതായിട്ട് തുടങ്ങുന്നവരുടെ അടുത്താണ് കേട്ടോ മെയിൻലി ഇത് പറയുന്നത്. അല്ലാത്തവർക്ക് ഇതൊക്കെ അറിയായിരിക്കുമല്ലോ, ഒരുപാട് ചേച്ചിമാർക്ക് ഇത് അറിയാവുന്നവരുണ്ടാവും. എന്നേക്കാൾ അത് ഞാൻ പറഞ്ഞത്, എന്നേക്കാളും ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള ഒത്തിരി ചേച്ചിമാരുണ്ട്. വീട്ടിലിരുന്ന് ചെയ്യുന്നവരും പുറത്ത് ഷോപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് അറിയാവുന്നവർ ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ എടുത്ത് പറയാനായിട്ട് കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇനിയും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ ഓരോരോ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വരാം. പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കുറേ ദിവസമായിട്ടുണ്ട് ഇട്ടിട്ട്. നമുക്ക് കുറച്ച് ഇങ്ങനെ കാര്യങ്ങളും പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ കുറച്ചിങ്ങനെ എന്താ പറയുക, വീഡിയോ ഇടാനായിട്ട് കുറേ ഡിലേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഫ്ലോ പോയത് പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ പഴയ ഒരു റൊട്ടീനിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹെയർ അക്സസറീസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും ഡിസൈനിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.